ഒരു 2-3 വർഷമായിട്ട് തുടർച്ചയായിട്ട് പലതരത്തിലുള്ള അക്രമങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്നുണ്ട്. അത് പിന്നെ ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ, ഈ പ്രതികൾ മുമ്പ് അവർ 8ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ അക്രമം നടന്നിട്ടുണ്ട്. അന്ന് അത് പലതരത്തിലുള്ള ഒത്തുതീർപ്പുകളാക്കിയിട്ട് ഈ കുട്ടികളെ വിട്ടതുകൊണ്ടാണ് അവർക്ക് വീണ്ടും ഇതുപോലുള്ള വലിയൊരു ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാകുന്നത്. നമ്മൾ പല ക്യാമ്പസുകളിൽ ഇവിടെ IHRD കോളേജ് ക്യാമ്പസ് ഉണ്ട്, അതുപോലെ തന്നെ +2 താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള്, അവിടങ്ങളിലൊക്കെ ഈ കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അത് കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയാൽ മാത്രമേ അത് നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. അതിൻ്റെ പോരായ്മയാണിത്. പലപ്പോഴും ഇത് ഒത്തുതീർപ്പ് ആയി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കുട്ടി, ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി വോയിസ് ക്ലിപ്പിലൂടെ പറയുന്നത് എന്താണ്? ഇത് ചെറിയൊരു നിയമമാണ്, ഇതിന് പഴുതുകളുണ്ട്, ഇതിൽ ഞങ്ങൾ പുറത്ത് ചാടാൻ സാധിക്കും, ഇതത്ര വലിയ കേസൊന്നുമല്ല. ഇങ്ങനെ വളരെ ലാഘവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊരു കൃത്യമായിട്ട് തന്നെ ഇതിൽ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതല്ലെങ്കിൽ 18 വയസ്സായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നിയമത്തിൽ കുറേ ഇളവുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരു സമൂഹത്തിന് ഒരു ഭീഷണിയായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നാളെ ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരം സമീപനങ്ങൾ കുട്ടികളിൽ വീണ്ടും അക്രമവാസന വളരാൻ സാധിക്കുമെന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്.